വളേക്കാപ്പിന്റെ ഒരു മിനി വ്ലോഗാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. ബാംഗ്ലൂരിലെ മൈസൂർ സാരി ഉദ്യോഗം എന്നാണ് ഞാൻ സാരി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെല്ലോ ആൻഡ് നേവി ബ്ലൂ ഒരു ഡാർക്ക് കോംബോയിൽ പോവാന്ന് പ്ലാൻ ചെയ്തു. പിന്നെ റീഡയും എന്റെ സാരിയുടെ സ്റ്റിച്ചിങ്ങും സാരിയുടെ കംപ്ലീറ്റ് ബ്ലൗസിന്റെ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലേഡീസ് പ്ലാനറ്റിലെ നൗഷാദ്ക്കയാണ്. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. വെന്യൂയായിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മനക്കൽ മനയാണ് കേട്ടോ. നമ്മളെ കാലിക്കറ്റ് ഫറൂഖിലാണ് നമ്മൾ ഇവന്റ് ചെയ്തത്. ബി വെഡിങ്സിലെ ഫൈസ് ആണ് കേട്ടോ. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കമ്മിങ് ടു ദ മെയിൻ ഡേ, നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ ഗ്ലാമപ്പ് സ്റ്റുഡിയോയിലെ മോസ്ബത്തെയാണ്. റീഡ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് TJ സാഗി ബ്രോ. ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എല്ലാ ഗോൾഡും വെയർ ചെയ്യണം എന്നുള്ളത്. വെഡിങ് റിസപ്ഷന് ഞാൻ പോൾക്കി ഡയമണ്ട്സ് ആയിരുന്നു കേട്ടോ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗോൾഡ് ഒക്കെ വെയർ ചെയ്ത് ഉമ്മാന്റെ ഇഷ്ടപോലെ ഒരുങ്ങാന്ന് വിചാരിച്ചു. 7th മന്തിൽ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും. ആ ഒരു കൂട്ടിക്കൊണ്ടുപോകലാണ് ഒരു സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ വേയില് ഞാൻ വളേക്കാപ്പ് എന്നുള്ളൊരു ഫംഗ്ഷൻ ആയിട്ട് ഹോസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ഒഫീഷ്യൽ ഫംഗ്ഷൻ ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ക്ലോസ് ഫാമിലി മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ഫുഡ് കാറ്ററിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വെഡിങ് റിസപ്ഷൻ ചെയ്ത ദ ന്യൂ പാലസ് കാറ്ററിംഗ് ആണ് കേട്ടോ. ഉനീസ്ക ആളെ ഒന്ന് നമ്മൾ ഏൽപ്പിച്ചാൽ മതി, ബാക്കി മൊത്തം ആളെ ഏറ്റു. ഒരു ട്രഡീഷണൽ തീമിലായിരുന്നു കേട്ടോ കാറ്ററിംഗ്. വാഴയുടെ ഇലയും ചട്ടിയിലൊക്കെ ആയിരുന്നു പ്രസന്റേഷൻ. ഈവൻ സർവീസ് ബോയ്സ് പോലും ആ ഒരു തീമിലേക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലേക്ക് ഞങ്ങൾ കസിൻസ് കുറച്ച് റീൽസും പിന്നെ ഒരു ബ്യൂട്ടിഫുൾ കുളം ഉണ്ട് കേട്ടോ അവിടെ. അവിടുന്നൊക്കെ ഒത്തിരി ഫോട്ടോസ് ഒക്കെ എടുത്തു. ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെ വ്യൂ ഫൈൻഡേഴ്സ് ആണ് കേട്ടോ. മിറാസ് ആയിരുന്നു. ഒരു സ്മോൾ ഫാമിലി ഗ്യാദറിംഗ് തന്നെയായിരുന്നു. സോ സ്റ്റേ ട്യൂൺഡ്. ഇനിയും ഇതുപോലത്തെ പ്രഗ്നൻസി മിനി വ്ലോഗ്സ് ആയിട്ട് I'll be back.